നിലമ്പൂരിൽ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മത്സരത്തിന് ഇറങ്ങുന്നതെന്ന് ആര്യാടൻ ഷൌക്കത്ത്. സംസ്ഥാന സർക്കാരിനെതിരെ യുഡിഎഫും പി വി അൻവറും ഉന്നയിക്കുന്നതെല്ലാം ഒരേ കാര്യങ്ങളാണ്. അൻവർ അത് മനസ്സിലാക്കി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആര്യാടൻ ഷൌക്കത്ത് ന്യൂസ് 18നോട് പറഞ്ഞു. അനിശ്ചിതത്വങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിനൊടുവിലാണ് അങ്ങയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇവിടെ നിലമ്പൂരിൽ സംബന്ധിച്ചിടത്തോളം UDF-ന് പ്രതീക്ഷ എന്നല്ല, വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നിലമ്പൂരിൽ കഴിഞ്ഞ 2 ടേമായി, കാരണം കഴിഞ്ഞ 34 വർഷമായി നിലമ്പൂരിൻ്റെ MLA ആയിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ, അത് UDF മാറിയതിനു ശേഷം 2016 മുതൽ അത് മുരടിച്ച് നിൽക്കാം. യാതൊരു തുടർ പ്രവർത്തനങ്ങളുമില്ല. നിലമ്പൂരിൻ്റെ ബൈപ്പാസ് ആവട്ടെ, KSRTC ബസ് സ്റ്റേഷൻ ആവട്ടെ, നിലമ്പൂരിൻ്റെ ഗവൺമെൻറ് കോളേജ് ആവട്ടെ, പുതിയ പദ്ധതികൾ കൊണ്ടുവരണ്ട. UDF കൊണ്ടുവന്ന പദ്ധതികൾ അതിനൊരു തുടർച്ച പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. മാത്രമല്ല, നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയോര കർഷകർ തിങ്ങി നിവസിക്കുന്ന പ്രദേശമാണ് നിലമ്പൂർ. 1950കളിലും 60കളിലും ഒക്കെ മധ്യ തിരുവിതാംകൂറിൽ നിന്നും കടന്നു വന്ന മലയോര കർഷകർ, അവരാണ് ഈ മണ്ണിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ചത്. അവരൊരു പള്ളി ഉണ്ടാക്കി, ആ പള്ളിക്കടുത്തൊരു പള്ളിക്കൂടം ഉണ്ടാക്കി. ആ പള്ളിക്കൂടത്തിലാണ് നിലമ്പൂരിലെ പല ആളുകളും ആദ്യമായി അക്ഷരങ്ങൾ പഠിച്ചത്. അങ്ങനെയുള്ളൊരവസ്ഥാവിശേഷം നിലവിലുണ്ട്. പക്ഷേ ഈ മലയോര കർഷകർക്ക് ഇന്ന് അവർ വിയർപ്പൊഴുക്കുന്ന ഈ കൃഷിഭൂമിയിൽ അവർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ, അത് ദയനീയമായി, പൈശാചികമായി, ക്രൂരമായ അക്രമങ്ങളിൽ അവർ രക്തം ചിന്തി മരിക്കേണ്ട അവസ്ഥാവിശേഷം നിലനിൽക്കുക. 1, 2, 3 അല്ല, യാതൊരു പരിഹാരവും ഇല്ല. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പാർട്ടി ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ കാരണക്കാരനായ അൻവർ 2 ദിവസത്തിനകം നിലപാട് പ്രഖ്യാപിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കുന്നു? അല്ല, അത് അൻവർ പറയട്ടെ. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, കഴിഞ്ഞ 9 വർഷമായി UDF ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളാണ് അൻവറും പറയുന്നത്. സ്വാഭാവികമായും അൻവറും UDF-ഉം പറയുന്ന കാര്യങ്ങൾ ഒന്നാകുമ്പോൾ തന്നെ അപ്പുറത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും ഒരുമിച്ച് നിൽക്കാനും ഉള്ള സാധ്യതകൾ ഏറെയാണ്. അത് പരമാവധി അൻവർ വിനിയോഗിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അൻവറിനെ UDF-ൽ എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഞാനല്ല പറയേണ്ടത്, അതൊക്കെ എൻ്റെ നേതാക്കന്മാരോട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഈ നിലമ്പൂരത്തെ ഒരു സാധാരണ പ്രവർത്തകൻ. എന്തായാലും അത്തരം കാര്യങ്ങളിലൊക്കെ യുക്തവും വ്യക്തവുമായ ഒരു തീരുമാനം UDF-ന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യാടൻ ഷൌക്കത്ത് ശുഭാപ്തി വിശ്വാസത്തോടെ പ്രചരണം തുടങ്ങുകയാണ്. അൻവറിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഒറ്റക്കെട്ടായി പാർട്ടി ഇത്തവണ നിലമ്പൂർ തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18.